ഓരോ വോട്ടും നിർണായകമാകുന്ന സംസ്ഥാനത്തെ അപൂർവം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. കെ സുരേന്ദ്രനും നിലവിലെ MLA മുസ്ലിം ലീഗിന്റെ AK അഷ്റഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് സ്വാഭാവികമായി മഞ്ചേശ്വരത്ത് നടക്കുന്നത്. വിമതന്റെ അപരന്റെ ഒക്കെ സാന്നിധ്യം പോലും മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയം മാറ്റിമറിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മഞ്ചേശ്വരത്ത് ഓരോ കാര്യവും നിർണായകമാണ്. സംസ്ഥാനത്ത് 30,000-ത്തിലധികം വോട്ടുകൾ BJPക്കുള്ള 30-ലധികം മണ്ഡലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതില് പല മണ്ഡലങ്ങളും 2010 ശേഷമാണ് അല്ലെങ്കിൽ 2014 ശേഷമാണ് ഇത്രയധികം വോട്ട് ഷെയറിലേക്ക് എത്തിയതെങ്കിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ 1980-കളിൽ തന്നെ BJPക്ക് കൃത്യം 30%-ലധികം വോട്ട് ഷെയർ ഉറപ്പിച്ചു കൊടുത്തിരുന്ന മണ്ഡലങ്ങളാണ്. ഇതുവരെ മണ്ഡലത്തിൽ BJP നേടിയ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതമായിരുന്നു 37.7% 2021. അന്ന് വിജയിച്ച മുസ്ലിം ലീഗിന്റെ AK അഷ്റഫിനേക്കാൾ 1% താഴെയാണ്. ആ വ്യത്യാസം മാത്രമേ രണ്ട് കക്ഷികളും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. 46% ഇവിടെ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, 44% ഹിന്ദുക്കൾ, 7% ക്രിസ്ത്യൻസും, പിന്നീട് വരുന്നത് മറ്റ് ഭാഷാ ന്യൂനപക്ഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് വിന്യസിച്ച് കിടക്കുന്നത്. അപ്പൊ ഈ 46% മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതെ ഒരു സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ BJPയുടെ NDAയുടെ വിജയം തടയാൻ മറ്റു മുന്നണികൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കൃത്യം ഈ മുസ്ലിം വോട്ട് ബാങ്കുകൾ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇന്റൻഷൻ അവർക്കുണ്ട്, അങ്ങനെ ചിന്തിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. മുസ്ലിം വോട്ട് ബാങ്കുകളിൽ സ്പ്ലിറ്റ് വന്നാൽ തീർച്ചയായിട്ടും അവിടെ 37%-ഓളം വോട്ട് ഷെയർ ഉള്ള BJPക്ക് NDAക്ക് അനായാസമായിട്ടുള്ള വിജയം അവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് KR ജയാനന്ദയെ ഇത്തവണ LDF മനഃപൂർവ്വമായിട്ട് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതാണെന്ന് പറയാതെ പറയുന്നുണ്ട്. അതെന്തു ആകട്ടെ, മത്സര ചിത്രം മുസ്ലിം ലീഗും BJPയും തമ്മിലാണ്. ഓരോ വോട്ടും അവിടെ നിർണായകമാണ്. മെയ് 4-ന് ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന മത്സര ചിത്രം മഞ്ചേശ്വരത്തെ തന്നെ ആയിരിക്കും. മഞ്ചേശ്വരം കാത്തുവച്ചിരിക്കുന്ന സസ്പെൻസ് എന്താവുമെന്ന് മെയ് 4-ന് നമുക്കറിയാം ഒന്നിച്ച്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ക്ലാസിക് ജ്വല്ലറി.